ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂവിൽ എന്റെ ഹൈറ്റ് ഇതാണ്, അപ്പൊ ഈ ഹൈറ്റ് കുഴപ്പമുണ്ടോ, ഹിന്ദി അറിയണോന്ന് ആവശ്യമുണ്ടോ, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. ഹൈ ഗൈസ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ബ്ലേസി. ഞാനൊരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാണ് ഖത്തർ എയർവേസിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വന്നെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഫ്ലൈറ്റ് കഴിഞ്ഞ് എത്തിയുള്ളൂ. അതിൻ്റെയാണ് ഈ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ. അവിടെ നല്ലൊരു വെളിച്ചവും ഇതൊക്കെ ഉള്ള സ്ഥലമുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഈ വീഡിയോയിലും ഞാൻ ഇങ്ങനെ ഇതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടത് എന്ത് ചെയ്യാനായിട്ട് അറിയണം. എക്സ്ട്രീം വെതർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇപ്പോൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തോട്ടാണ് വന്നേക്കുന്നത്. ഇതിന് മുന്നേ ഇത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നതാണ് എൻ്റെ ശബ്ദം ഇതൊക്കെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. സോ ഈ വീഡിയോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻസ് അഥവാ ബേസിക് റിക്വയർമെന്റ്സ് ടു ബിക്കം എ ക്യാബിൻ ക്രൂ സ്പെഷ്യലി ഖത്തർ എയർവേസ്. ഇത് ഓൾറെഡി ഞാൻ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ബേസിക് റിക്വയർമെന്റ്സ് ഓടിച്ച ഒരു Q&A പോലത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചധികം പേര് ഇൻസ്റ്റയിലാണ് മെയിനായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈറ്റിൻ്റെ ഇതിലുള്ള കാര്യത്തിൽ, പിന്നെ നമ്മുടെ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യത്തിൽ, പിന്നെ ഏവിയേഷൻ കോഴ്സ് അങ്ങനെ കുറേ കാര്യത്തിന് ഡൗട്ട് ഉള്ളതായിട്ട് എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം പേര് ചോദിക്കാൻ തുടങ്ങിയതുകൊണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അതിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അധികം വൈകാണ്ട് തന്നെ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞൊരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ കുറച്ചുപേര് ചോദിച്ചത് കൊണ്ടും ഇനിയിപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ജസ്റ്റ് എന്ന് പറഞ്ഞു തന്നെയാണ്. ഇത് ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് ഒക്കെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റാന്നുള്ളത്. അത് വെച്ചാൽ ജസ്റ്റ് സിമ്പിളാണ്. നമ്മളെപ്പോഴും മേക്ക് ഷുവർ നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് കയറി നോക്കേണ്ടതെന്ന്. ഇപ്പോൾ ഖത്തർ എയർവേസ് ആണെങ്കിൽ ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി നോക്കി കരിയേഴ്സ് എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ക്യാബിൻ ക്രൂ ആണെങ്കിൽ ക്യാബിൻ ക്രൂ നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. ഏകദേശം കണ്ടോ ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഹൗ ടു അപ്ലൈ എന്നുള്ള സംഭവത്തിൽ ഞാനൊരു ഷോർട്സ് ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിക്വയർമെന്റ് ബേസിക് ഒന്ന് വായിച്ച് ഇട്ടിട്ട് അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഡൗട്ട് എന്നോട് ചോദിച്ച കുറച്ച് സംഭവം അതുപോലെ തന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് ഞാൻ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് മിനിമം ഏജ് ഓഫ് 21 വയസ്സായിരിക്കണം നമ്മൾ മിനിമം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴെങ്കിലും നമുക്ക് മിനിമം 21 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് മിനിമം ആംറേജ് ഓഫ് 212 സെന്റിമീറ്റർ. ഇതിൽ കുറെ പേർക്ക് ഡൗട്ട് ഉള്ളതായിരുന്നു. കുറച്ച് പേര് എനിക്ക് അവരുടെ ഹൈറ്റ് പറഞ്ഞിട്ട് എന്റെ ഹൈറ്റ് ഇതാണ്, അപ്പൊ ഈ ഹൈറ്റ് കുഴപ്പമുണ്ടോ, ടീച്ചർ ഹൈറ്റ് എത്രയാണ്, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ എയർലൈൻ പോലെ ഇരിക്കും ഉള്ളത്. പക്ഷെ ഖത്തർ എയർവേസിന്റെ ഇതിൽ അവർ പറഞ്ഞേക്കണത് മിനിമം ആംറേജ് ഓഫ് 212 സെന്റിമീറ്റർ ആണ്. അവർ ഹൈറ്റ് അല്ല സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞേക്കണം. അവർ പറഞ്ഞേക്കണ ആംറേജ് ആണ്. അതായത് നമ്മളുടെ കൈ കൊണ്ട് പൊന്തിച്ച് 212 എന്നുള്ള സെന്റിമീറ്ററിൽ നമുക്ക് കൈ മുട്ടിക്കാൻ ആംറേജ് കൈ എത്താൻ പറ്റുന്നുണ്ടോ, നമുക്ക് കൈ ഇങ്ങനെ പൊന്തിച്ചാണെങ്കിലും നമ്മുടെ കൈ മുട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ CV ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ഉണ്ട്. അപ്പോൾ CV ഡ്രോപ്പിന്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവർ ഫസ്റ്റ് തന്നെ ഹൈറ്റ് ചെക്കാണ് നടത്തുക. അപ്പോൾ അവർ ഓൾറെഡി 212 സെന്റിമീറ്റർ ഒരു മതലുമ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അത് പോയിട്ട് നമ്മുടെ മാക്സിമം നമ്മുടെ കാല് പൊന്തിച്ചോ, ഇപ്പൊ കാല് പൊന്തിക്കാൻ ചിലർക്ക് ഓൾറെഡി ഹൈറ്റ് ഉള്ളവർക്ക് നമുക്ക് കൈ വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 212 സെന്റിമീറ്ററിൽ കൈ എത്തുന്നവരുണ്ടാവും. ഇനി അതല്ല കുറച്ചും കൂടെ കാല് പൊന്തിച്ച് കൈ എത്തിക്കുമ്പോൾ 212 സെന്റിമീറ്റർ മുട്ടുന്നവരാണെങ്കിൽ ദാറ്റ്സ് പെർഫെക്റ്റ്. അതാണ് ഖത്തർ എയർവേസ് ക്യാബിൻ ക്രൂവിൽ ഹൈറ്റ് എന്നുള്ള രീതിയിൽ അവര് നോക്കുന്ന അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ഒരു സംഭവം. ഓക്കെ, പിന്നെ ഉള്ളത് ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ്. മിനിമം നമ്മൾ എന്താ പറയുക +2 ആണ് ഇവർ നോക്കുന്നത്. +2 ആണ് പാസ്സായിരിക്കേണ്ടത്. പിന്നെ കുറച്ചൊരു ചോദിച്ച് ഏവിയേഷൻ കോഴ്സ് നിർബന്ധമാണോ, ഏത് ഏവിയേഷൻ കോഴ്സാണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വെച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, ഞാൻ ഏവിയേഷൻ കോഴ്സ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഏത് ഏവിയേഷൻ കോഴ്സാണ്, ഏത് ഏവിയേഷൻ കോളേജാണ് എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റിയൊരു ആളല്ല ഞാൻ. അത് ആവശ്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ +2 ആണ് ബേസിക് വേണ്ടത്. പിന്നെ ഏവിയേഷൻ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ചെയ്യാം. പക്ഷെ അത് നിർബന്ധമില്ല. +2 മതി നിങ്ങൾക്ക് അപ്ലൈ ആക്കാൻ. ഓക്കെ.